ഗൈസ്, നമുക്കിന്നൊരു മട്ടൻ കറി വെച്ചാലോ. മട്ടൻ ഉപ്പ് മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ഒരേ ഒരു സവാള മാത്രം, പിന്നെ ഇത്രയും ചെറുള്ളിയാണ്, പിന്നെ കുറച്ച് മല്ലിയില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ മട്ടൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ തനി നാട്ടിലത്തെ വെളിച്ചെണ്ണ, പിന്നെ എന്താ ഇതിൽ നമ്മളെ പെരുംജീരകം, പിന്നെ ഉലുവ, അത്രയൊക്കെ ഉണ്ട്. നമുക്കൊരു മട്ടൻ കറി വെക്കാം. ഓക്കെയല്ലോ. ആദ്യം അടുപ്പ് കത്തിക്കാം ഗൈസ്. കത്തിച്ചു, ചട്ടി ചൂടാവട്ടെ. അതിൽ സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടാവും, അത് ചിമ്മിണിയുടെ സൗണ്ടാണ്, ആരൊന്നും വിചാരിക്കരുത്. ചട്ടി കായട്ടെ ഗൈസ്, വെയിറ്റ് ചെയ്യാം. ചെറുള്ളി ഇത്ര ഇട്ടാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മട്ടൻ കറിക്ക്. സവാള ഒന്നേ എടുക്കാൻ പാടുള്ളൂ, ഞാൻ അധികം എടുക്കാറില്ല. അപ്പോൾ ഒരേ ഒരു ചെറിയ സവാള മാത്രം ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനൊരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ചട്ടി കാഞ്ഞു ഗൈസ്. നമ്മളെ നാട്ടിലത്തെ നാടൻ വെളിച്ചെണ്ണ, ഇവിടെയൊക്കെ കടലെണ്ണയിലാണ് ഉണ്ടാക്കുക. നമ്മളെ കപ്പലണ്ടിയില്ലേ, അതിൻ്റെ എണ്ണ ഉണ്ട്, പിന്നെ നല്ലെണ്ണ, പിന്നെ ഓയിൽ ഗോൾഡ് വിന്നർ, അതിലൊക്കെ. ഞാൻ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് അതിലാ കറി ഉണ്ടാക്കുക. എപ്പോഴും ഇവിടെ വെളിച്ചെണ്ണ സ്റ്റോക്ക് ചെയ്യും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അടുത്തത് തീ ഒന്ന് കുറച്ചെടുക്കാം. കുറച്ച് ഉലുവടാം, കുറച്ച് പെരിഞ്ചീരകം ഇടാം, രണ്ടൊന്ന് മൊഴിയിടും. പിന്നെ സവാള ഇടാം ഗൈസ്. സവാളയും നമ്മളെ കറിവേപ്പില അതും ഇടാം. ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുള്ളി ഇടാം. വാടട്ടെ. നമുക്ക് സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. തീയൊന്ന് കൂട്ടാം. ഇത്തിരി ഉപ്പിട്ടെടുക്കുക. ചെറുള്ളി ഇട്ടിട്ട് ഉപ്പിടാം. നമുക്ക് ചെറുള്ളി ഇടാം. ചെറുള്ളി എത്ര ഇടണോ കറി ടേസ്റ്റ് ഉണ്ടാവുക. വെല്ലുള്ളി ഇട്ടാൽ ഒരു മധുരിപ്പ് ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് കറി നാളേക്ക് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ചെറുള്ളി ഇട്ട കറി നല്ല ടേസ്റ്റായിരിക്കും. കറി ചെറുള്ളി ഇട്ടിട്ട് ബീഫായാലും മട്ടനായാലും ചിക്കനായാലും വെച്ച് നോക്ക്, നല്ല ടേസ്റ്റായിരിക്കും. ചെറുള്ളി അധികം ഉപയോഗിക്കുന്നത് നല്ലതാണ്, വെല്ലുള്ളി അത്ര നന്നല്ല. നമുക്ക് കുറച്ച് ഉപ്പ് മട്ടനിലിട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിടാം ഗൈസ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടാൽ വേവിച്ചത് മട്ടന്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ടിടണേ. ഉപ്പ് എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചിടാം. ഉള്ളി കുറച്ച് അരിയാതെ അതിൻ്റെ ഇടയിൽ ഇട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാണാവോ ഗൈസ്. അന്ന് നീങ്ങി നിൽക്കാം. എന്താ നല്ലോണം വാടട്ടെ. നമ്മൾ രാത്രിക്കുള്ള ചോറാണ് ഗൈസ്. ഇന്ന് ചോറാണ്, ചോറും മട്ടൻ കറിയാണ് ഗൈസ്. സവാള നല്ലൊരു വാടി ഗൈസ്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഇവിടെ വീട്ടിൽ പൊടിച്ചെടുക്കാം. പുറത്തുനിന്നൊന്നും ഇതിൻ്റെ പൊടി മേടിക്കാറില്ല. നമ്മൾ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കും. ഇതൊന്ന് വാടട്ടെ.
വാടിയാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഓഫാക്കിയാൽ കറി വെക്കുമ്പോൾ ഇടണം, എന്നാലേ ഇങ്ങനെ എണ്ണ ഇതാവൂലേ. അതുകൊണ്ട് നല്ലോണം വാടിട്ടോ. തീ ഇത്തിരി കുറച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അരച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ആവശ്യത്തിന്. ഞാൻ ഇപ്പോൾ 1/2 കിലോ മട്ടനാണ്. 1/2 കിലോ മട്ടൻ, ഞാൻ 3 പേരുള്ളൂ. 1/2 കിലോ മട്ടൻ ധാരാളം മതിയാവും. അപ്പം അതിനാവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇട്ട് നല്ല വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഇതിൽ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ഇടാം ഗൈസ്. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മൾ മട്ടനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എന്നാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി എത്ര ചേർത്താലും കുഴപ്പമില്ലല്ലോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി നമ്മൾ മട്ടന് വേഗം വയ്ക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇടാം. ഇനി അധികം ഇട്ടാൽ എരിവ് കൂടും. കാശ്മീരി ആകുമ്പോൾ കളറും കിട്ടും, എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിടാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിയും ഇതൊക്കെ നമ്മളിഷ്ടം പോലെ എരിവ് ഇതിനനുസരിച്ചൊക്കെ ഇട്ടോളൂ കേട്ടോ. ഞാൻ കുറച്ചിടും. മല്ലി ഇട്ടാൽ ഇത്തിരി കുറുക്കുണ്ടാവുള്ളൂ കറി. ഇനി കുറച്ച് മട്ടൻ മസാല ഇടാം. തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ടതൊക്കെ പൊടികളൊക്കെ ഇടണം. മതിയാവും. എന്നിട്ട് നല്ല ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടാവണം പോലെ, പൊടിയുടെ പച്ചമണമൊക്കെ മാറണം. എന്നിട്ട് തക്കാളി ഇടാൻ പാടുള്ളൂ. വ്യക്തമായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമുക്കിതൊക്കെ ഫസ്റ്റ് ടൈമല്ല, നമ്മതാരും പഠിച്ചിട്ട് തന്നെയല്ലല്ലോ. ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. നല്ല ഇതിൽ പച്ചമടം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതാക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മസാല കരിയുവേ. തീ കുറച്ച് വെച്ചിട്ടേ ആക്കാൻ പറ്റുള്ളൂ. ഉള്ളി ഇതൊക്കെ കൂടി നല്ല ഇതിൽ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിടാം. എരിവ് വേണമെങ്കിൽ ഇടാം, കുരുമുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ കുരുമുളക് പൊടി ഞാനൊന്നും ഇടണില്ല. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നല്ല ഇതിൽ വഴറ്റണം ഗൈസ്. ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം ഗൈസ്. വീഡിയോ എടുക്കാൻ എന്തൊക്കെ പടപെടണം. തീ ഒന്ന് കൂട്ടിയേക്കാം ഗൈസ്. തക്കാളിയൊക്കെ നല്ല ഒന്നിൽ ഉടയണം. ഉടയതിന് ശേഷം നമ്മൾ ഇത്തിരി ജീരകപ്പൊടിയില്ലേ, ജീരകം വറുത്ത് പൊടിച്ചതാട്ടോ, അത് ഇത്തിരി ഇടാം. നല്ല മണം ഉണ്ടാവും. പെരുംജീരകവും ജീരകവും അതൊക്കെ നല്ലതല്ലേ. കുറച്ച് ഇട്ടിട്ടുണ്ട്. നല്ല കറിക്ക് നല്ല മണം ഉണ്ടാവും. എന്ത് കറിയായാലും ഇതാ നല്ലതിൽ സവാള നല്ലതിൽ വാടിയതിന് ശേഷം തക്കാളിയൊക്കെ ഇതാ നല്ലതിൽ ഇതായി. ഇനി നമുക്ക് മല്ലിയില ഇത്തിരി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് ബാലൻസ് വെക്കണം കേട്ടോ, ലാസ്റ്റ് ഇത്തിരി ഇടാൻ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുക കറി. മട്ടൻ ഒരു എത്ര മൂപ്പിനനുസരിച്ച് ചില മട്ടൻ വേഗം പാടാം. ഇവിടെ അങ്ങനെയല്ല, ഒരു 4-5 വിസിലിട്ടാൽ മതി, വേഗം വെന്തോളും. ഇവിടെ പിഞ്ചാടാണ് അറക്കുക. അപ്പം
നാട്ടിലൊക്കെ മുട്ടനാടല്ലേ വലുത്, ഇവിടെ നല്ല ഇള ആടിനെ ഇറക്കും. അതുകൊണ്ട് നമ്മളവിടുത്തെ പോലത്തെ ആടിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആദ്യമൊക്കെ കഴിക്കാൻ മടിയായിരുന്നു, ഇപ്പോൾ ഒക്കെ കഴിച്ച് ശീലമായി. അപ്പോൾ മട്ടൻ നല്ല രസമാണ്. നമ്മളവിടുത്തെ ഒരു തരം ചൂരല്ലേ, ഇത് മട്ടൻ നന്നായി ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ റെഡിയായി. ഇന്ന് നമുക്ക് മട്ടൻ ഇടാം ഗൈസ്. 1/2 കിലോ മട്ടനാണ് ഗൈസ്. അല്ലെങ്കിൽ കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, അത് വേവിക്കുമ്പോൾ അതിൽ വന്ന വെള്ളമാണേ. ഇത്തിരി ഒന്ന് തെളിക്കുക മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല കൊഴുപ്പൊക്കെ ഉള്ള മട്ടനാണ്. നമ്മൾ മട്ടൻ കറിയിലിടും, ഇതിൽ കൊയ്ക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചോളൂ, കഴിക്കേണ്ട വെള്ളം ഉണ്ടായിരുന്നു. നല്ല ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചാൽ മതി. നല്ല ഇതിൽ വെന്ത മട്ടനല്ലേ, കണ്ട ചെറിയ ചെറിയ പീസാണ്. നല്ല കൊഴുപ്പൊക്കെ കൂടി ഇട്ടുള്ളത്. ഇതാ വാരിയെല്ലാം ഒക്കെ ഉണ്ട്, കണ്ട നല്ല ഇള ആടാണ് ഇവിടെ കിട്ടുക. നമ്മളവിടുത്തെ പോലെയല്ല, മുട്ടനാടൊന്നും അറക്കൂല ഇവിടെ. ആരും വാങ്ങിക്കൂല ഇവിടെ. ചെറിയ കുട്ടീനെ അറുത്താലേ ഇവിടെ എല്ലാവരും വാങ്ങുള്ളൂ. അത് കാരണം നല്ല ടേസ്റ്റ് അവിടുത്തെ മട്ടൻ. തീ ഒന്ന് കൂട്ടിയേക്കുക ഗൈസ്, തിളക്കട്ടെ. വെള്ളം ഇത്തിരി ഒഴിക്കാം, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കറി എത്ര വേണോ അത് ഒഴിക്കാം നമുക്ക്. ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്. ഇനി ഒന്ന് നല്ലതിൽ തിളക്കണം. തിളച്ചിട്ട് മല്ലിയിലിട്ടിട്ട് ഇറക്കാം. ഇതാ കുറച്ച് ഗ്രേവി നമ്മൾ ചോറിന് വയ്ക്കാനല്ലേ, വേറെ കറിയൊന്നുമില്ല, തൈര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും നമ്മൾ ചോറിന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി തിക്കായി എടുക്കണമെങ്കിൽ തിക്കായി എടുക്കട്ടോ. തിളക്കട്ടെ ഗൈസ്, ഒന്ന് മൂടി വെക്കാം. ചൂടാണ് ഗൈസ്, പൊരിഞ്ഞ ചൂടാണ് അവിടെ. നാട്ടിലൊക്കെ മഴയല്ലേ, ഇവിടെ നല്ല ചൂടാണ്. ഒന്ന് തിളക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഓഫ് ചെയ്യാം. കറി തിളക്കട്ടെ, തിള വരുന്നുള്ളൂ. നല്ലതിൽ തിളക്കണം. നോക്കാം, തിളക്കുന്നില്ല. നമ്മൾ ഇത്തിരി ഗരം മസാല പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. പട്ട ഗ്രാമ്പ് ഏലക്കപ്പൊടിയില്ലേ, അത് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ഇതിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. മൂടി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. നല്ല നമുക്ക് തുറന്ന് നോക്കാം ഗൈസ്. കറി നല്ല തള വന്നു ഗൈസ്. നമുക്കിനി മല്ലിയില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ഗൈസ്. അപ്പോൾ സൗണ്ട് ഇത്തിരി വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടാവും. ചിമ്മിനി ഓഫ് ചെയ്തു. താളിക്കുമ്പോൾ അതിടണം. നമുക്ക് ചെറിയ വീടല്ലേ ഇവിടെയൊക്കെ, അടുക്കള നമ്മൾ നാട്ടിലത്തെ അടുക്കള പോലെയല്ല, ചെറിയ അടുക്കളയാണ്. അപ്പം അതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലേ ഉണ്ടാവും. അതുകൊണ്ടാണ് മല്ലിയില ഇട്ട് ഗൈസ്. ഒന്ന് അടി പിടിക്കുന്നുണ്ടോ നോക്കാം. മൺചട്ടിയിൽ വെച്ചാൽ ഇനി നന്നുണ്ടാവും. എൻ്റെ കുഞ്ഞ് മൺചട്ടിയുള്ളൂ, അതിൽ വെക്കാൻ തികയില്ല. വീഡിയോ അല്ല എന്തെങ്കിലും
തെറ്റോ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. നമ്മളൊക്കെ പാവങ്ങളല്ലേ. കറി ഓഫ് ചെയ്താലോ ഗൈസ്. തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ കറി.